ത്രീയിലാണ്. ഇന്നത്തെ യാത്ര നമ്മുടെ ഡൽഹിയിൽ നിന്ന് നാട് വരെ. ഒരു കുപ്പി വെള്ളത്തിന് 100 രൂപ. ഓർഗനൈസ്ഡ് അല്ല, അവർക്കെന്താ അറിയത്തില്ല അവരെന്താണ് ചെയ്യുന്നത്. ഒത്തിരി ഫ്ലൈറ്റ് മൊത്തം 4 ഡോറുണ്ട്. പക്ഷേ ഒറ്റ ഡോറെ തുറന്നിട്ടൊന്നും പുറത്തെത്താൻ പൈസ കുറഞ്ഞ ടിക്കറ്റ് നോക്കിയാണല്ലോ നമുക്ക് നോക്കിയാൽ നോക്കുന്നത്. വെക്കേഷൻ ടൈം ആകുമ്പോൾ പീക്ക് ആയിരിക്കുമല്ലോ. പീക്ക് ടൈമിൽ ഭയങ്കര പൈസ. അത് ലാഭിക്കാമെന്ന് വിചാരിച്ചെടുത്താൽ AC കിട്ടില്ല. ടിക്കറ്റിൻ്റെ പ്രൈസ് അല്ലല്ല, പക്ഷെ ആളുകൾക്ക് കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 3യിലാണ്. ഇന്നത്തെ യാത്ര നമ്മുടെ ഡൽഹിയിൽ നിന്ന് നാട് വരെ ട്രിവാൻഡ്രം. അപ്പം പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ രാവിലെ 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഊബർ പിടിച്ച് എയർപോർട്ടിലെത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 4:15 എന്നിട്ട് വന്ന് വിശന്നു പോയി. അങ്ങനെ ഇവിടത്തേക്ക് സെക്യൂരിറ്റി ഭയങ്കര സ്ലോ ആണ്. ഭയങ്കര സ്ലോ പറഞ്ഞാൽ ഭയങ്കര സ്ലോ. ഒത്തിരി നേരം എടുത്തു. ഓൾമോസ്റ്റ് 1 hour എടുത്തു. ഓൾമോസ്റ്റ് 1 hour അവിടെ സെക്യൂരിറ്റിയിൽ തന്നെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തള്ളില്ലായിരുന്നു ഇന്ന് മോർണിംഗിൽ. തിരക്ക് കുറവായിരുന്നു. ബട്ട് സെക്യൂരിറ്റീസ് ഭയങ്കര സ്ലോ പറഞ്ഞാൽ ഭയങ്കര സ്ലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗേറ്റിലോട്ട് പോകണം. നമ്മുടെ ഗേറ്റാണ് 44B. നമ്മൾ ഇന്ന് ഫ്ലൈ ചെയ്യുന്നത് എയർ വിസ്താരാണ്. അങ്ങനെ ഇവിടുത്തെ എയർപോർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നീണ്ട് കിടക്കുകയാണ്. ഇതിനു മുമ്പ് ഒരു ദിവസം ഓർമ്മയുണ്ടോ, നമ്മളൊരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുത്ത് വന്നത്. എന്നിട്ട് ഫ്ലൈറ്റിന് ടൈം ആയിട്ട് ഇവിടുന്ന് ഓടേണ്ടി വന്നത്. തിരക്കിന്ന് കുറവാണ് എയർപോർട്ടിൽ. ഒന്നാമത്തത് വീക്ക് ഡേ ആണ്. പിന്നെന്താ വെനസ്ഡേ അല്ലേ, തിരക്ക് കുറവാണ്. നോർമലി രാവിലെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒത്തിരി കാണും. ബട്ട് മേ ബി ഇത് T3 ഡൊമസ്റ്റിക് ഏരിയ ആയിരിക്കും, എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കും മേ ബി തിരക്ക് കുറവാണ്. ഇവിടെയൊക്കെ കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു സൈഡിൽ. ഭംഗിയാട്ടോ, നല്ല നീറ്റാണ്. മസാജ് സ്ഥലത്ത് കയറണ്ട. അന്ന് ഓർമ്മയുണ്ടോ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ മസാജ് സെന്ററിൽ കയറി ആളുകൾ ഇരുന്ന സമയത്ത് എന്തെന്നറിയോ, വൈഫൈ ഔട്ട്ബ്രേക്ക് എന്തോന്നോ ഉണ്ടായിട്ട് എന്തുപറ്റി, അവര് അതിനകത്ത് സ്റ്റക്കായിപ്പോയി. അവസാനം വൈഫൈ വന്നിട്ടാണ് പിന്നെ അവരതിനകത്ത് നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ബോർഡിങ്ങിന് വേണ്ടി പോയപ്പോഴത്തേക്ക് അവിടെ മൊത്തം ക്രൗഡഡാണ്. ആളുകൾ മൊത്തം താഴെ ഇരിക്കുന്ന ഫുള്ള് തിരക്ക്. അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ സ്ഥലമില്ല, അവർ കയറ്റി വിടുന്നതുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇനി ടൈം 1.5 hour ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുവാണ്. സമയമാകുമ്പോൾ പോകാം. കാരണം അവിടെ താഴെയാണ് ഫസ്റ്റ് രീതിയല്ലേ, ബോർഡിങ് സ്ഥലത്തോട്ട് കയറ്റിയേ വിടുന്നില്ല. ആളുകളും ഭയങ്കര ക്രൗഡ്. അവിടെ ഗേറ്റിലോട്ടും കയറ്റി വിടുന്നില്ല. ഫുൾ ക്രൗഡഡുമാണ്. ആളുകളെല്ലാം അവിടെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നു, കിടക്കുന്നു. 44B ഗ്രൗണ്ടിലാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരു സീറ്റ് കിട്ടി, അത് വന്നിരുന്നു. ഫ്ലൈറ്റൊക്കെ കാണാം കേട്ടോ. ഇൻഡിഗോ കിടക്കുന്നു, വിസ്താര കിടക്കുന്നു, പിന്നെ ഇതാ ചെറുത് അല്ല അത് സ്പൈസ് ജെറ്റിൻ്റെ ബസ് വിസ്താര. അതിൻ്റെ അപ്പുറത്ത് ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, എന്തെങ്കിലും സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ. ഉറക്കം വന്നിട്ട് അങ്ങനെ ഇവിടെ ഒരാൾ നല്ല ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നത് എനിക്ക്. ഒരു കുപ്പി വെള്ളത്തിന് 100 രൂപ. എയർപോർട്ടിലെ റേറ്റാണ്. ആളുകൾ ഓൺ ഡ്യൂട്ടിയാണ് മോർണിംഗ് അല്ലേ.
നമ്മൾ വന്ന വഴിയാണ് ഈ ബ്രിഡ്ജ്. ടെർമിനൽ 3 കയറുന്ന ഏരിയ. അവിടുത്തെ ക്രൗഡ് നോക്കിക്കേ, അത് ഒത്തിരി ഉണ്ടല്ലേ ബാക്കിലോട്ട്. അതേ 6:30 മണിയായപ്പോഴത്തേക്ക് എയർപോർട്ടിലെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. നാച്ചുറൽ ലൈറ്റായി. പുറത്ത് നല്ല ബ്ലാക്ക് ക്ലൗഡ്സ്. ആ ചൂടൊക്കെ മാറി, ഒരു സമാധാനമായി. ബട്ട് പുറത്ത് ഹ്യൂമിഡിറ്റി ആയിരിക്കും. അതായിരിക്കും. അകത്ത് നമ്മൾ ഏസിക്കിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്, നമ്മൾ തണുത്തിരിക്കുന്നു. അപ്പൊ ഇത് മങ്ങി കിടക്കുന്നതുകൊണ്ട് അവിടെയും തണുത്ത് കിടക്കുന്നു. ഒരു കൂട്ടം ആളുകൾ, ഫാമിലി മൊത്തം താഴെ ഇരിക്കുക. ചെയറിൽ ഒരുമിച്ചിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം എത്തിയിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ അച്ഛനെയും അമ്മനെയും വിളിച്ചിട്ടില്ല. ആ, നമ്മൾ ലാൻഡ് ചെയ്യുന്ന ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ട്രെയിനാണോ ബസ്സാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ ഈ യാത്രയിൽ നമ്മൾ തീരുമാനിച്ചേക്ക് നമ്മൾ കറണ്ട് പോയത് പവർ കട്ട് ചെയ്തതല്ല, കറണ്ട് പോയതാ. എയർപോർട്ടിൽ കറണ്ട് പോകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പം നമ്മുടെ തീരുമാനം എന്താണ്, ഈ യാത്രയിൽ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുവാണ്. അതായത് നമ്മൾ കറക്റ്റ് 11:40 ഇറങ്ങി 12 അവിടെ നിന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റിയാൽ നമ്മൾ 12:40 ട്രെയിനിന് പോകും. അല്ല, നമ്മൾ ഇറങ്ങാൻ ചെക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ ലേറ്റ് ആയാൽ നമ്മൾ പിന്നെ ലഞ്ച് കഴിച്ചിട്ട് ലോ ഫ്ലോർ AC ബസ്സിൽ പോകും. ഇതാണ് ഇന്നത്തെ പ്ലാൻ. എത്ര വർക്കൗട്ട് ആകുമെന്നുള്ളത് അവിടുത്തെ ക്ലൈമറ്റും എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്ലൗഡ്സ് എല്ലാം ഡാർക്കായി. 5:30 വന്ന സമയത്തും 5 o'clock-നും 5:30 വരെ 5 o'clock-ന് വന്നപ്പോൾ തന്നെ പുറത്ത് നല്ല വെളിച്ചമായിരുന്നു. ബട്ട് 6:30 7 o'clock ആയി. പുറത്ത് നല്ല പോലെ ഇരുണ്ട് കയറിയിട്ടുണ്ട്. മഴയാണ്. ആളുകൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ജഗൽപൂരിനുള്ള ഫൈനൽ കോളാണ് എയർ ഇന്ത്യയുടേത്. ആളുകൾ മഴയത്തോടിയ വണ്ടിയുടെ അകത്ത് കയറുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൽഹി എയർപോർട്ട് പ്രോപ്പർലി ഓർഗനൈസ്ഡ് അല്ല. അതാണ് നമ്മൾ കണ്ടുപഠിച്ചത്. ഇതാണ് അവസ്ഥ ഇവിടെ. നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നോക്കാം എത്ര നേരം എടുക്കും. അപ്പം അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബസ്. മോശമാണ് ഇവിടുത്തെ സർവീസ്. അതായത് ഇതിലും ബെറ്ററാണ് നമ്മുടെ നാട്ടിലെ KSRTC ബസ്സാണ്. സത്യം പറഞ്ഞാൽ അത്രയും പുവർ സർവീസാണ് ഡൽഹി എയർപോർട്ടിൻ്റെ. ഓർഗനൈസ്ഡ് അല്ല. അവർക്കെന്താ അറിയത്തില്ല അവരെന്താണ് ചെയ്യുന്നത്. ഒത്തിരി ഫ്ലൈറ്റ് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത്, അതായത് എയർ ഇന്ത്യ, വിസ്താര, പിന്നെ എണ്ണം കൂടെ ഉണ്ടായിരുന്നു ഒരു ഫ്ലൈറ്റ്, സ്പൈസ് ജെറ്റ്, അങ്ങനെ 3 ഇതും കൂടെ ഒരൊറ്റ സ്ഥലത്ത് പുവർ സർവീസ്. വെരി ഗുഡ്. ബസ്സിന് മൊത്തം 4 ഡോറുണ്ട്. പക്ഷേ ഒറ്റ ഡോറേ തുറന്നിട്ടുള്ളൂ പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. അങ്ങനെ നമ്മൾ പ്ലെയിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇതിനകത്ത് AC ഒക്കെ നേരത്തെ ഓണാക്കി നോക്കും. ഷീറ്റ്സിന്റെ ക്വാളിറ്റി നോക്കും. നല്ല അല്ല, ഇത് ഭയങ്കര വലിയ വിൻഡോ ആയിപ്പോ കേട്ടോ. സത്യമായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുഖത്തിൻ്റെ അത്രേ ഉള്ളൂ ഈ വിൻഡോയുടെ സൈസ്.
അങ്ങനെ നമ്മുടെ സീറ്റ് 29 ആണ്, ഏറ്റവും ലാസ്റ്റിൽ. അങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ഇരുന്നിട്ട് നമ്മുടെ സീറ്റിൽ വന്നിരുന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വിസ്താര ഫ്ലൈറ്റ് നല്ലതാണ്. നമ്മൾ വന്നത് സ്പൈസ് ജെറ്റിലായിരുന്നു. സ്പേസ് പറഞ്ഞാൽ ഇല്ലായിരുന്നു, സീറ്റ്സ് ഇത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലാകത്തില്ല, ഈ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിൽ നമ്മൾ കയറുമ്പം AC വർക്ക് ചെയ്യത്തില്ല. 3-4 hours അവർ ആ വെയിറ്റിംഗ് പീരീഡ് മൊത്തം AC ഓഫ് ആയിരിക്കും. ആ 1 മണിക്കൂർ AC ഓൺ ചെയ്തില്ല. അതിൽ നമ്മുടെ പൈലറ്റ് എന്താ പറയുന്ന ഡ്രൈവർ അതിനല്ല, അത് ഇൻ്റർനാഷണൽ സേഫ്റ്റി കാരണമാണ് അവർ AC ഓൺ ചെയ്യാത്തത്. ബട്ട് എൻ്റെ ചോദ്യം, ഡൊമസ്റ്റിക്കിൽ സേഫ്റ്റി അങ്ങനെയില്ല. അപ്പോൾ ഡൊമസ്റ്റിക്കിൽ AC ഓൺ ചെയ്യാമെങ്കിൽ അങ്ങനെയല്ല. ശരിക്കുള്ള റീസൺ അതല്ല. ശരിക്കുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ ഫ്യൂവൽ കൺസംഷൻ നടത്തുവാണ്. അവർ അങ്ങനെയാണ് അവരുടെ കമ്പനി ലാഭം ഉണ്ടാക്കുന്നത്. അത് എയർ ഇന്ത്യയും അങ്ങനെയാണ്, സ്പൈസ് ജെറ്റും അങ്ങനെയാണ്. ബട്ട് എയർ അറേബ്യ, നമ്മൾ നോർമലി എയർ അറേബ്യയിലും ട്രാവൽ ചെയ്യും. ബട്ട് എയർ അറേബ്യയിൽ AC വർക്ക് ചെയ്യും നമ്മൾ ഫ്ലൈറ്റിൽ കയറിയാൽ. ബട്ട് അറിയില്ല, നമ്മൾ വരുമ്പോൾ ടിക്കറ്റിൻ്റെ പൈസ കുറഞ്ഞ ടിക്കറ്റ് നോക്കിയാണല്ലോ നമുക്ക് ബുക്ക് ചെയ്യാൻ നോക്കുന്നത്. വെക്കേഷൻ ടൈം ആകുമ്പോൾ പീക്ക് ആയിരിക്കുമല്ലോ. പീക്ക് ടൈമിൽ ഭയങ്കര പൈസ അത് ലാഭിക്കാമെന്ന് വിചാരിച്ചെടുത്താൽ AC കിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് സീറ്റിൽ ഞങ്ങളൊന്ന് കംഫർട്ടബിളായി. പുറകിൽ ആരുമില്ല, അത് തന്നെ ഒരു സമാധാനം. ഇവിടെ ഒരു ചാർജിങ് പോയിന്റ് ഉണ്ട്. സെയിം ഉണ്ട്. ഒക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് ഫുഡ് കോംപ്ലിമെൻ്ററിയാണ്. നമുക്ക് സീറ്റ്സും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. നമ്മൾ ഫ്രീ ആയിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ സെറ്റിലായി. ആളുകൾ വീണ്ടും പാസഞ്ചേഴ്സ് കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സീറ്റ് ഏതാ ഇവിടെ ഈ പോയിന്റ് ഉണ്ട്. ഇതിങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ ബ്ലേഡ് വരുന്നു. കണ്ടോ? ഇത് USB പോർട്ടലുണ്ട്. വർക്ക് ചെയ്യുന്നോ ഇല്ലയോ അത് നോക്കണം. പിന്നെ തൊട്ടടുത്ത സീറ്റിൽ ആരും ഇതുവരെ വന്നിട്ടില്ല, വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഇതാണ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. എന്താ പറഞ്ഞ ചാൻസ് നോൺ വെജ് വേണോ? ഇതെന്താ? ഇഡ്ലി. എയർപോർട്ടിന്റെ പുറത്തുനിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ബസ് സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്കത്തുള്ള ബസ് കിട്ടിയില്ല, അതുകൊണ്ട് 2:15 ബസ്സിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 150 രൂപയാണ് ഓട്ടോ, അല്ല 200 ഓട്ടോ ചാർജ്. നമ്മള് ഈ അങ്ങളുടെ കൂടെ ഓട്ടോയില് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ പോവാണ്. അപ്പം ഇതാണ് ട്രിവാൻഡ്രം. ഇവിടുന്ന് ഇനി എത്ര ദൂരം ഉണ്ടെങ്കിലേ? ഇവിടെ 2-2.5 കിലോമീറ്റർ നമ്മള് രണ്ടേ കറങ്ങി വന്നതാണ് സാറേ. മറ്റാണെങ്കിൽ ഇന്റർനാഷണൽ ആണെങ്കിൽ ചാക്കേറ്റ് ഇങ്ങോട്ട് കയറിയാൽ മതി. എങ്ങനെ വീട്ടിൽ പോവോ?
വീട്ടിൽ പോകും. ഉച്ചയ്ക്ക് എന്റെ വീട് എയർപോർട്ടിന് അടുത്താണ്. അപ്പൊ അവിടെ നിന്ന് കഴിച്ചിട്ട് വരാൻ വേണ്ടതേ ഉള്ളൂ. കിലോമീറ്റർ ഉണ്ട്, 50 കിലോമീറ്റർ. 50 കിലോമീറ്റർ വടക്കിലേക്ക്. ഇവിടെ ഒരു ദിവസം കറങ്ങാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇടുങ്ങിയ റോഡുകളൊക്കെയാണ്. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെയാണ്. അതിന്റെ അടുത്താണ്. 4 സൈഡ് ഇങ്ങനെ ഇതുണ്ട്. ആറ്റുകാൽ കോവിലുണ്ട്, ആറ്റുകാൽ അമ്പലം. മറ്റേ പൊങ്കാല നടക്കുന്നത്. ഫെബ്രുവരിയിലാണ് പൊങ്കാല. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് നല്ല ഓട്ടം കിട്ടും. പൊങ്കാല സമയത്തെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ എല്ലാ ഹോട്ടലിൽ എല്ലാവരും ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കും രാവിലെ പറ്റിയ ആൾക്കാർക്ക്. പൊങ്കാല ദിവസം എല്ലാ ആൾക്കാർക്കും ഫുഡൊക്കെ കൊടുക്കുക. അത്ര വെയിലായിരിക്കും, ചൂടൊക്കെ ഉണ്ടല്ലോ. വെള്ളവും ഇതും ഊണ് കൊടുക്കും. ഈ തണ്ണിമത്തനൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് വെട്ടി ആൾക്കാർക്ക് എല്ലാ കടകളിലും കൊടുക്കും. പടിഞ്ഞാറൻ നട, വടക്കേ നട. ഏത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ? അതൊരു വീഡിയോ എടുക്കണോ? വേണ്ട വേണ്ട. ഗണപതി, പഴവങ്ങാടി ഗണപതി, തേങ്ങ ഇട്ടാണ്. ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ്. ഇതാണ് തിരുവനന്തപുരം. അങ്ങനെ നമ്മള് ഇത് തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടുന്ന് ഒരു ഷേക്കും പഴംപൊരി അല്ലല്ലോ, എഗ് പഫും കഴിച്ചു. അത് കഴിഞ്ഞ് 2:15 ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇതാണ് തമ്പാനൂർ ബസ് സ്റ്റേഷൻ. വൃത്തിയുണ്ടോന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, നീറ്റായിട്ട് വെച്ചിരിക്കുക. അതായിരിക്കും മേ ബി AC ബസ്. ഇത് പുറത്തെ ബസ്സിലാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2:15 കരുനാഗപ്പള്ളിയിൽ എത്തുമ്പോഴത്തേക്ക് 4:05 ആവും. നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഭവമാണ് ലോട്ടറി ടിക്കറ്റ്. കേരള ഭാഗ്യക്കുറി, ഓണം ബമ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ബമ്പറുകളുണ്ടാവും. 10 കോടി, 20 കോടി, 100 കോടി എന്നൊക്കെയാണ് ലോട്ടറി ടിക്കറ്റിൻ്റെ പ്രൈസ്. അല്ലല്ല, പക്ഷെ ആളുകൾക്ക് കിട്ടും കേട്ടോ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ ലോട്ടറി ടിക്കറ്റൊക്കെ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ലോ ഫ്ലോർ AC ബസ്സാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ അല്ല, ഇങ്ങനത്തെ ബസ്സാണ്. സ്കാനിയ ബസ് കയറിയിട്ടുണ്ട്. ഇനി 2 hours വീട്ടിലെത്തുന്നതായിരിക്കും. അത് സുഖം. പിന്നെ AC കുറച്ച് നേരം ഇടുന്നത് സുഖമായിട്ട് ഇരുന്നിട്ട് പോകാം. ബസ് വിട്ടോ. അങ്ങനെ തിരുവനന്തപുരത്തിനോട് ടാറ്റ ബബേഴ്സ്. ഇത്തവണ റിട്ടേൺ നമ്മുടെ കൊച്ചിയിൽ നിന്നാണ്. അതുകൊണ്ട് ഇനി ട്രിവാൻഡ്രത്തോട്ട് വരുന്നില്ല. അതുകൊണ്ട് ഇനി ട്രിവാൻഡ്രം ഈ വർഷം ഇനിയില്ല.
ഈ ബസ്സിലായിരിക്കും പോകുന്നത് എന്നാണ് മനസ്സിൽ വിചാരിച്ചത്. ഇത് ലോ ഫ്ലോർ അല്ല, ഇത് ലോ ഫ്ലോർ അല്ല. ലോ ഫ്ലോർ മുമ്പേ നമ്മളെ കണ്ടതാണ്. ഇങ്ങനത്തെ ബസ്സിലാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ഇതാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. ഓർമ്മയുണ്ട മറ്റേ യൂട്യൂബിലെ ഒരു പയ്യൻ? അങ്ങനെ നമ്മൾ തിരുവനന്തപുരം ബസ് സ്റ്റേഷനോടും റെയിൽവേ സ്റ്റേഷനോടും ബൈ ബൈ പറഞ്ഞ് നമ്മൾ കരുനാഗപ്പള്ളിക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിന്റെ വായോടെ പോയി എങ്ങോട്ടും പോയി നമ്മൾ സിഗ്നലിൽ കിടക്കണം. ട്രെയിൻ ആയിരുന്നെങ്കിൽ സിഗ്നൽ വരില്ലായിരുന്നല്ലേ. പറപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനി 48 കിലോമീറ്റേഴ്സും കൂടെ ഉണ്ട് കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിലെത്താൻ. അജൂടെ ഭയങ്കര ഉറക്കത്തിലായിരുന്നു. ഇപ്പം എണീറ്റേ ഉള്ളൂ. तो भाई हम लोग पहुँच चुके हैं कोल्लम के बस स्टेशन. अभी गाड़ी यहाँ रुकी हुई है और अमल बेचारी घर पहुँचने तरस रही घर पहुँचने अपने मॉम डैड को देखने की तरस रही है. अयो अपने डैड के साथ हुत्तु खेलने के लिए तरस रही है. അങ്ങനെ നമ്മൾ കൊല്ലം ജംഗ്ഷൻ കഴിഞ്ഞ് വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കാണിക്കുന്നുണ്ട് 1/2 മണിക്കൂർ വീട്ടിലെത്താനായിട്ട്. അപ്പോൾ ഈവനിങ് ടൈം ആയത് കാരണം റോഡിലൊക്കെ നല്ല തിരക്കാണ്. സ്കൂളൊക്കെ കഴിഞ്ഞ് കൊച്ചുങ്ങളൊക്കെ വരുവാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ബ്രിഡ്ജ് കയറി. ക്വാർട്ടേഴ്സ് അല്ലേ. അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളി എത്തിയപ്പം നല്ല മഴയായിരുന്നു. അപ്പം ഈ വീഡിയോ നമ്മൾ ഇവിടെ നിന്ന് അവസാനിക്കുന്നത്. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ.